ബഹുമാനപ്പെട്ട തിരുമേനിമാരെ, വന്യറമ്പാച്ചൻ, വന്യ കോർപ്പിസ്കോപ്പാച്ചൻ, ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ പള്ളിയിലെ ട്രസ്റ്റീസ്, ഭക്തസംഘടനാ ഭാരവാഹികളെ, സ്നേഹിതരെ, ഈ പരിശുദ്ധ ദേവാലയം ഗോൾഡൻ ജൂബിലി നിറവിലാണ്. നിശ്ചയമായിട്ടും ഒരു 100 വർഷക്കാലത്തെ അതിശ്രേഷ്ഠമായ ആത്മചൈതന്യവും ദൈവനടത്തിപ്പും സമൂഹത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധതയും ഒക്കെ എല്ലാ അർത്ഥത്തിലും സാക്ഷ്യപ്പെടുത്തുവാൻ സാധിച്ചിട്ടുള്ള അനുഗ്രഹീത വർഷം. മുന്നിൽ നിന്ന് നയിച്ചവരെ, കാരണഭൂതരായവരെ എല്ലാം ഓർക്കേണ്ടുന്ന സുദിനം. നിശ്ചയമായിട്ടും പരിശുദ്ധനായ സ്തെഫാനോസ് സഹദായുടെ വലിയ മധ്യസ്ഥതയിലാണ് ഈ ദേവാലയം സ്ഥാപിതമായിരിക്കുന്നത്. പരിശുദ്ധനായ സ്തെഫാനോസ് സഹദായുടെ നാമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്പം ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 34 മുതൽ 39 വരെയുള്ള സുവിശേഷ ഭാഗത്തെ ആസ്പദമാക്കിയാണ് സ്തെഫാനോസ് സഹദായുടെ ഈ സാക്ഷിമരണത്തിൻ്റെ പെരുന്നാൾ ഓർമ്മദിനം നമ്മൾ ധ്യാനിക്കുന്നത്. പരിശുദ്ധ സഭ വളരെ ഭക്തിയോടും ആദരവോടും കൂടിയാണ് സ്തെഫാനോസ് സഹദായെ കാണുന്നത്. ആദ്യത്തെ സഹദ, ക്രിസ്തുസഭയുടെ ആദ്യത്തെ രക്തസാക്ഷി എന്നുള്ള നിലയിൽ വിശുദ്ധ സ്തെഫാനോസിൻ്റെ ഓർമ്മ വേറിട്ട് നിൽക്കുന്നത് തന്നെയാണ് സഹദയന്മാരുടെ പട്ടികയിൽ. ക്രിസ്തീയ വിശ്വാസം ആചാരങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതാണോ എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധനായ സഹദായുടെ ഓർമ്മ അല്ലെങ്കിൽ സാക്ഷിമരണം നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. സഹദന്മാരെല്ലാവരും തന്നെ സാക്ഷ്യ ജീവിതം കൊണ്ട് കർത്താവിനെ പ്രസിദ്ധപ്പെടുത്തിയവരും പ്രീതിപ്പെടുത്തിയവരും ജീവൻ്റെ കിരീടം പ്രാപിച്ചവരുമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ എത്രമാത്രം നമുക്ക് യേശു ക്രിസ്തുവിനെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുവാൻ സാധിച്ചിട്ടുണ്ട്, നമ്മുടെ കർത്താവും ദൈവവും അവൻ്റെ സുവിശേഷത്തോടെ എത്രമാത്രം നമുക്ക് നീതി പുലർത്തി ജീവിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നൊക്കെ ചിന്തിക്കുവാൻ പര്യാപ്തമാണ് പരിശുദ്ധനായ സഹദായുടെ സാക്ഷിമരണത്തിൻ്റെ, ഈ സാക്ഷ്യമുള്ള ജീവിതത്തിൻ്റെ സ്മരണ നമ്മൾ ഓർക്കുമ്പോഴും അത് പുതുക്കുമ്പോഴും. സാക്ഷ്യം ചിലപ്പോൾ, യഥാർത്ഥ സാക്ഷ്യം ചിലപ്പോൾ ജീവൻ തന്നെ മറുവിലയായി കൊടുക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അത്രമാത്രം ശക്തവും ദൃഢവുമായ വിശ്വാസവും സാക്ഷ്യവും ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് അതിൽ തന്നെ അടിയുറച്ചു നിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. യെരുശലേമിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് യേശു ക്രിസ്തു ഇന്നത്തെ സുവിശേഷ ഭാഗം പറയുന്നത്. യഥാർത്ഥത്തിൽ രക്ഷകനായ ക്രിസ്തുവിൻ്റെ വിലാപവാക്കുകളായി നമുക്ക് ഈ സുവിശേഷ ഭാഗത്തെ കാണുവാൻ സാധിക്കും. സ്നേഹത്തോടെ, കരുണയോടെ, ആർദ്രതയോടെ, എന്നാൽ ദൈവിക അധികാരത്തോടെ ഉറപ്പിച്ചു പറയുന്ന വാക്കുകൾ നമുക്ക് ഈ സുവിശേഷ ഭാഗത്തിലൂടെ കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളിലേക്ക് പ്രവാചകന്മാരെയും ജ്ഞാനികളെയും ശാസ്ത്രിമാരെയും അയക്കും. നിങ്ങൾ അവരിൽ ചിലരെ കൊന്നുകളയും, ചിലരെ ക്രൂശിക്കും. ഈ വാക്കുകൾ ഒരു ചരിത്ര വിവരണം മാത്രമായല്ല നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. സത്യം പറയുമ്പോൾ ലോകം എങ്ങനെ പ്രതികരിക്കും, ലോകത്തിൻ്റെതായ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ലൗകികർ എങ്ങനെയായിരിക്കും അതിനോട് പ്രതികരിക്കുന്നത് എന്നുള്ളതെല്ലാം എൻ്റെ ഒരു ദൈവിക വെളിപ്പെടുത്തൽ കൂടിയാണ്. ഇത് തന്നെയാണ് സ്നാപക യോഹന്നാൻ്റെ സാക്ഷിമരണത്തിൻ്റെ പിന്നിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലോകത്തോട്, സമൂഹത്തോട്, ഉത്തരവാദപ്പെട്ടവരോട് സത്യം വിളിച്ചു പറയുമ്പോൾ സത്യത്തോടുള്ളതായ അവരുടെ അസഹിഷ്ണുത, അതിനെ ഉൾക്കൊള്ളാനോ
അത് ബോധ്യപ്പെടാനോ തിരുത്തലിന് ശ്രമിക്കാതെയുള്ളതായ ആ അസഹിഷ്ണുതയാണ് യഥാർത്ഥത്തിൽ ഇതുപോലുള്ള ദുരന്തങ്ങളിലേക്ക് ചെന്നെത്തുന്നത്. നമ്മുടെ ഇന്നിൻ്റെ ലോകം പല സന്ദർഭങ്ങളിലും നമുക്കറിയാം, സത്യത്തെ ഉൾക്കൊള്ളുവാനോ സത്യത്തെ സഹിക്കുവാനോ ഉള്ള സഹിഷ്ണുതയില്ലാത്ത, സഹനത്തിൻ്റെ അനുഭവമില്ലാത്ത ഒരു ലോകക്രമത്തിലാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ദൈവം എല്ലാ കാലത്തും മനുഷ്യരോട് സംസാരിച്ചിട്ടുണ്ട്. സൃഷ്ടിയുടെ ആരംഭം മുതൽ അങ്ങനെ തന്നെയാണ് നമ്മൾ കാണുന്നതും. പ്രവാചകന്മാരിലൂടെ, രാജാക്കന്മാരിലൂടെ, അപ്പോസ്തലന്മാരിലൂടെ, വിശുദ്ധന്മാരിലൂടെ, സഹദേന്മാരിലൂടെ, അങ്ങനെ ദൈവം എല്ലാ കാലത്തും മനുഷ്യരോട് സംവദിച്ചിട്ടുണ്ട്, മനുഷ്യരോട് സത്യം പറഞ്ഞവരെ ലോകം പലപ്പോഴും അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ചരിത്രം പരിശോധിക്കുമ്പോൾ സത്യം വിളിച്ചു പറഞ്ഞിട്ടുള്ള അനേകം ആളുകളുണ്ട്. എന്നാൽ അവർ വിളിച്ചു പറഞ്ഞതായ സത്യം അംഗീകരിക്കുവാൻ ലോകം തയ്യാറായിട്ടില്ല, ലോകർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. യേശുക്രിസ്തു എന്താണ് പറയുന്നത്? നിങ്ങൾ പ്രവാചകന്മാരെ കൊല്ലുന്നു, നീതിമാന്മാരുടെ രക്തം ചൊരിയുന്നു. ഇതിൻ്റെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ സ്തെഫാനോസ് സഹദായുടെ സാക്ഷിമരണവും അതുപോലെ തന്നെ രക്തസാക്ഷിത്വവും. അതൊരു രാഷ്ട്രീയമായോ അല്ലെങ്കിൽ വിപ്ലവകരമായോ കാണേണ്ടുന്ന ഒരു കാര്യമല്ല. അതൊരു യേശുക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ് എന്നുള്ള സാക്ഷ്യത്തിൽ നിന്നും, ആ സാക്ഷ്യം സത്യസാക്ഷ്യമാണെന്ന് പറഞ്ഞ് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന മനോഭാവത്തിനേൽക്കുന്ന ഒരു ആഘാതമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ കല്ലെറിഞ്ഞ് കൊല്ലുന്നതിലേക്ക് പോലും അന്നത്തെ സമൂഹം എത്തിപ്പെടുന്നത്. നമുക്കറിയാം, അതിന് നേതൃത്വം കൊടുത്തവരൊക്കെ നമുക്കറിയാം. ശൗലിനെ അവിടെ പരാമർശിക്കുന്നുണ്ട് അപ്പോസ്തല പ്രവൃത്തികളിൽ. എന്നാൽ പിന്നീട് അദ്ദേഹം മാനസാന്തരപ്പെടുന്നുണ്ട്. അതെല്ലാം നമുക്ക് തരുന്ന വലിയ ഒരു ദർശനമുണ്ട്. ഇന്നിൻ്റെ സാഹചര്യത്തിൽ സത്യത്തെ തമസ്കരിച്ചുകൊണ്ട് നമ്മൾ എത്രയെല്ലാം അതിക്രമങ്ങൾ ചെയ്തു എന്ന് വന്നാലും നമുക്കൊരു മാറ്റി ചിന്തിക്കാനുള്ളതായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, മനസ്സിൻ്റെ മാനസാന്തരത്തിന് സാധ്യതകളുണ്ടാകുമ്പോൾ, നിശ്ചയമായിട്ടും സത്യത്തെ പൂർണ്ണതയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആ സത്യത്തിന് വേണ്ടി ജീവിക്കുവാനും ആ സത്യസുവിശേഷത്തിന് വേണ്ടിയും യേശുക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാകുന്നു എന്നുള്ളതായ ബോധ്യത്തിൽ നിന്നുകൊണ്ട് അതിനെ വെളിപ്പെടുത്തുമ്പോൾ അതിന് നേരെ എതിരായി വരാവുന്ന എല്ലാ സാധ്യതകളെയും മരണം പോലുമാണെങ്കിലും സന്തോഷത്തോടെ സ്വീകരിക്കുവാനുള്ള, സത്യത്തിൻ്റെ സാക്ഷ്യമാകുവാനുള്ള വിളിയും നിയോഗവുമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധനായ സ്തെഫാനോസ് ശമാശൻ്റെ ഈ അനുഗ്രഹീത ഓർമ്മ ദിവസം നമ്മോട് പറയുന്നത്. വിശുദ്ധനായ സ്തെഫാനോസ് ആത്മാവും ജ്ഞാനവും നിറഞ്ഞ ഒരു ദൈവദാസനായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി നമ്മോട് പറയുന്നുണ്ട്, സ്തെഫാനോസ് വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം യഥാർത്ഥത്തിൽ വെറും വാക്കുകൾ മാത്രമായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. ദാർശനികമായ, പ്രവാചക ദാർശനിക ചിന്തയോടുകൂടിയുള്ളതായ പ്രബോധനങ്ങളും പ്രഭാഷണങ്ങളുമായിരുന്നു യഥാർത്ഥത്തിൽ സ്തെഫാനോസ് ശമാശൻ്റേത്. അങ്ങനെയുള്ള ഒരു ആത്മസാക്ഷ്യത്തിൻ്റെ അനാവരണമായി സ്തെഫാനോസ് ശമാശൻ്റെ ജീവിതം, സ്തെഫാനോസ് സഹദായുടെ സാക്ഷ്യം, അതെല്ലാം നമുക്ക് ബോധ്യപ്പെടുത്തുന്നത് തന്നെയാണ്. ഇസ്രായേൽ ജനതയുടെ ചരിത്രമാണ് അദ്ദേഹം ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവം എങ്ങനെയാണ് എല്ലാ കാലത്തും മനുഷ്യരെ നയിച്ചിട്ടുള്ളത് എന്ന് വിശദീകരിക്കുന്നു. അവസാനം ഒരു കഠിന സത്യവും അദ്ദേഹം പറയും. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ എതിർക്കുന്നവരാകുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ എതിർക്കുന്നവരാകുന്നു എന്നുള്ള സ്തെഫാനോസ് സഹദായുടെ ആ പ്രഖ്യാപനം വളരെ പ്രസിദ്ധമാണ്. പ്രിയപ്പെട്ടവരെ, സത്യം സ്നേഹത്തോടെ പറഞ്ഞാലും അത് കഠിനമായാലും ലോകം സഹിക്കില്ല എന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അതിന് സ്തെഫാനോസ് ശമാശൻ്റെ ജീവിതം ഒരു വലിയ തെളിവ് തന്നെയാണ് നമുക്ക് മുന്നിൽ നിരത്തി വയ്ക്കുന്നത്. കല്ലെറിഞ്ഞ ലോകവും തുറക്കുന്ന സ്വർഗവും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സ്തെഫാനോസിനെ കല്ലെറിയുമ്പോൾ ലോകത്തിൻ്റെ വാതിലുകൾ അടയപ്പെടുകയാണ്. അവിടെ രക്ഷപ്പെടാനുള്ളതായ മാർഗങ്ങളൊന്നും തേടുകയല്ല, ലോകം ചുറ്റുപാട് നിന്നുകൊണ്ട് കല്ലെറിയുകയാണ്. എത്രയോ സന്ദർഭങ്ങൾ ജീവിത വഴികളിൽ നമുക്കങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അനുഭവപ്പെടാം. ലോകം ചുറ്റുപാട് നിന്നുകൊണ്ട് കല്ലെറിയുമ്പോഴും അവിടെ തുറന്നു കിടക്കുന്ന ഒരു സ്വർഗമാണ് അദ്ദേഹം വിഷ്വലൈസ് ചെയ്യുന്നത്.
അവിടെയാണ് ലോകത്തിൻ്റെ തിന്മകൾ, ലോകത്തിൻ്റെ അധർമ്മം, ലോകം നമുക്ക് മുന്നിൽ വെച്ച് നീട്ടുന്നതായ പ്രതികാര നടപടികൾ, നീതി നിഷേധം, ഇതിൻ്റെ എല്ലാം മുന്നിൽ സ്വർഗം തുറക്കപ്പെടുന്ന അനുഭവത്തിലേക്കാണ് ലോകത്തിൻ്റെ എല്ലാ വാതിലുകളും അടയപ്പെടുമ്പോൾ, എല്ലാ സാധ്യതകളും അടയപ്പെടുമ്പോൾ സ്വർഗം തുറന്നു തരുന്ന ഒരു സാക്ഷ്യത്തിലേക്കാണ് യഥാർത്ഥത്തിൽ സ്തെഫാനോസ് സഹദ നമ്മെ ധ്യാന ചിന്തയിലൂടെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അവൻ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗം നിൽക്കുന്നതും കണ്ടു. ഈ കാഴ്ച കാണാനാണ്, ഈ ശബ്ദം കേൾക്കാനാണ് നിശബ്ദതയിൽ സ്തെഫാനോസ് സഹദ യഥാർത്ഥത്തിൽ നമ്മോട് കൽപ്പിക്കുന്നു, നമ്മോട് അരുളി ചെയ്യും, നമ്മോട് സാക്ഷ്യപ്പെടുത്തുന്ന പ്രിയമുള്ളവരെ. ലോകത്തിൻ്റെ സാധ്യതകളുടെ വാതിലുകൾ അടയപ്പെടുമ്പോൾ, നീതി നിഷേധിക്കപ്പെടുമ്പോൾ, സ്വർഗം തുറക്കുന്നതായും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗം നിൽക്കുന്നതായും കണ്ടുകൊണ്ട് വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട് മുന്നേറുവാനുള്ളതായ വലിയ മനോഭാവം, മനോധൈര്യം, വിശ്വാസ സ്ഥിരത നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നുവെന്ന് പരിശുദ്ധനായ സ്തെഫാനോസ് സഹദ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇതൊരു വലിയ ആത്മീയതയിൽ വെളിപ്പെടുന്ന ഒരു സത്യവും കൂടിയാണ് പ്രിയമുള്ളവരെ. ലോകം നമ്മെ തള്ളിപ്പറയുമ്പോൾ, ലോകം നമ്മെ ഉപേക്ഷിക്കുമ്പോൾ, ലോകത്തിൽ നമുക്ക് രക്ഷയില്ല എന്ന് അനുഭവപ്പെടുമ്പോൾ സ്വർഗം നമ്മെ സ്വീകരിക്കുന്നു. അതുകൊണ്ടാണ് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. യേശുവിനെ നോക്കി സഞ്ചരിക്കുന്ന ഏതോ ഒരു ദൈവ പൈതലിനും ലോകം തരുന്നതായ അടഞ്ഞ വാതിലുകൾ ഒരിക്കലും ഒരു തടസ്സമായി നിൽക്കുകയില്ല. അവൻ ക്രിസ്തുവിനെ നോക്കി സഞ്ചരിക്കുന്നവനാണ്, അവൻ ക്രിസ്തുവിൻ്റെ വിശുദ്ധിയിലൂടെ ജീവിക്കുന്നവനാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ സത്യം മാത്രമേ പറയൂ. ആ സത്യത്തിന് വേണ്ടി, സത്യമുള്ള സാക്ഷ്യത്തിന് വേണ്ടി ജീവൻ പോലും മറുവിലയായി കൊടുക്കുവാൻ അവിടെ യാതൊരു വിധത്തിലുള്ളതായ ബുദ്ധിമുട്ടോ പ്രയാസമോ തടസ്സമോ ഒന്നും ഉണ്ടാവുകയില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ ലോകത്തിൻ്റെ അംഗീകാരം പലപ്പോഴും നഷ്ടപ്പെടുത്തേണ്ടി വരുന്നതായ സാഹചര്യത്തെക്കുറിച്ചാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇന്ന് ക്രൈസ്തവ സമൂഹത്തിന്, ക്രിസ്തീയ ജീവിതത്തിന് ഇത് വലിയ പ്രസക്തിയുള്ള ഒരു കാലമാണ്. അതീവമായ വലിയ പ്രതിസന്ധികൾ ക്രൈസ്തവ ലോകം, ഭാരതത്തിൽ മാത്രമല്ല ലോകത്തിൻ്റെ നാനായിടത്തും, ഈവൻ ക്രിസ്ത്യൻ കൺട്രീസ് എന്ന് പറയപ്പെടുന്ന രാജ്യങ്ങളിൽ പോലും ക്രൈസ്തവർക്ക് സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യം ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അത്രമാത്രം വികലമാക്കപ്പെടുന്ന ഒരു ശക്തി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കെതിരെ വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് വളരെ ദുഃഖകരമാണ്. അതും പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും അങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മളിതൊക്കെ മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിലൊക്കെയാണ് കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത്. എത്രയോ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എത്രയോ ലക്ഷം ആളുകൾ ഇതുപോലെ അറുക്കപ്പെട്ടിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട്. തീവ്രവാദികളുടെ ആക്രമണങ്ങൾക്ക് വിധേയമായി മത തീവ്രവാദം ഉണ്ടാക്കുന്ന ആ മതവികാരത്തിൽ നിന്നും ഉൾക്കൊള്ളുന്ന, അതിൽ മതത്തെ കുറ്റം പറഞ്ഞിട്ടോ മതവിശ്വാസത്തെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമല്ല. അതൊന്നും മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല. തീവ്രമായ നിലപാടുകളിലൂടെ ക്രിസ്ത്യാനി ആയതുകൊണ്ട് മാത്രം ആക്രമിക്കപ്പെടുന്ന, കൊല്ലപ്പെട്ടിട്ടുള്ള ലക്ഷക്കണക്കിന് വിശ്വാസി സമൂഹം നമ്മുടെ സഭയിലുണ്ട്, നമ്മുടെ സുറിയാനി സഭയിൽ. അതെല്ലാം നിങ്ങൾക്ക് അറിവുള്ള ചരിത്രങ്ങളൊക്കെ തന്നെയാണ് പ്രിയമുള്ളവരെ. നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നതിനാൽ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവർ എപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. അവർ സത്യത്തിൻ്റെയും നീതിയുടെയും പക്ഷത്ത് നിൽക്കുന്നു. സഭയിലും സമൂഹത്തിലും സത്യസാക്ഷ്യം നൽകുന്നതിനാൽ അങ്ങനെയുള്ളവർ വേദനിക്കുന്നവരും ഒറ്റപ്പെടുന്നവരും മരണത്തിന് പോലും തങ്ങളെ വിട്ടുകൊടുക്കേണ്ടതായും വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ അവിടെയൊന്നും അവർ ഒറ്റയ്ക്കല്ല, ദൈവം കൂടെയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സഹദേന്മാർ അവരുടെ ജീവിതം മറുവിലയായി കൊടുക്കുമ്പോഴും എത്രമാത്രം സന്തോഷത്തോടു കൂടിയാണ് അവരത് സ്വീകരിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ പ്രാർത്ഥനയും അത് തന്നെയായിരുന്നു. അവൻ്റെ കഷ്ടം അനുഭവിക്കുവാൻ, അവൻ്റെ സഹനത്തിൻ്റെ പാത പിന്തുടരുവാൻ, അവൻ്റെ ക്രൂശിലെ മരണം അനുഭവിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ച പുനരുത്ഥാനത്തിന് ശേഷമുള്ള അപ്പോസ്തലന്മാരുടെ രൂപാന്തരീകരണത്തിലൂടെയുള്ള
അവരുടെ പ്രഖ്യാപനങ്ങളും സാക്ഷ്യങ്ങളും പ്രബോധനങ്ങളും നിശ്ചയമായിട്ടും അനേകർക്ക് ക്രിസ്തുവിന് വേണ്ടി ജീവൻ പോലും മറുബലിയായി കൊടുക്കുവാനുള്ളതായ മനോഭാവത്തിലേക്കും വിശ്വാസ സ്ഥിരതയിലേക്കും അവരെ നയിക്കുകയാണ് ഉണ്ടായത്. സ്തെഫാനോസ് സഹദ വളരെ ശ്രദ്ധേയമായ ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. കർത്താവേ, ഈ പാപം അവർക്ക് കണക്കാക്കരുതേ. ഇത് ക്രൂശിൽ മരിക്കുന്ന ക്രിസ്തു പറയുന്ന പ്രാർത്ഥനയാണ്. പിതാവേ, ഇവർ ചെയ്യുന്ന എന്നതെന്ന് ഇവർക്കറിയില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ഇത് ഈ ക്ഷമാശീലം, ഈ ക്ഷമിക്കുന്ന മനോഭാവം ക്രൂശിൽ കിടന്ന് പിറഞ്ഞ് മരിക്കുമ്പോഴും ചുറ്റും നിന്ന് കല്ലെറിഞ്ഞ് കൊല്ലുമ്പോഴും അവിടെയും അദ്ദേഹം യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇവരോട് ഈ അതിക്രമം ഇവരോട് പാപമായി കാണാതെ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്തെഫാനോസ് സഹദായെയാണ് നാം വിശ്വാസത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹീത ഓർമ്മ നിലനിർത്തുന്നത്. ഇവിടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഹൃദയമാണ് യഥാർത്ഥത്തിൽ വെളിപ്പെടുന്നത്. ക്രിസ്തീയത പ്രതികാരത്തിൻ്റെ ഒരു മതമല്ല. ക്രിസ്തീയത ഒരിക്കലും പ്രതികാര ചിന്തയോടുകൂടിയോ പകരം വീട്ടുന്നതിന് വേണ്ടിയോ ഉള്ള ഒരു മതമായി ഒരിക്കലും നമ്മെ പഠിപ്പിച്ചിട്ടില്ല. ക്ഷമയുടെ, സ്നേഹത്തിൻ്റെ, സഹനത്തിൻ്റെ, ബലിയർപ്പണത്തിൻ്റെ വഴിയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് സഹദയന്മാരും വിശുദ്ധന്മാരും ഒക്കെ നമുക്ക് വെളിപ്പെടുത്തി തരും. ഇന്നത്തെ ലോകത്തിൽ വിദ്വേഷം വേഗത്തിൽ പടർത്തുന്ന ഒരു കാലത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. വാക്കുകൾ എത്രമാത്രം ഒരു സമൂഹത്തെ മലീമസമാക്കുവാൻ തക്ക വിധം ശക്തമാണ് എന്നുള്ളത് ഒരായുധമായി പോലും സമൂഹത്തിൽ അത് വെളിപ്പെട്ട് വരുന്നുണ്ട്. വാക്കുകൾ വളരെ സൂക്ഷിച്ച് നമ്മൾ സംസാരിക്കേണ്ടുന്നതാണ്. വളരെ പെട്ടെന്നായിരിക്കും വാക്കുകൾ കൊണ്ടുള്ളതായ പ്രകമ്പനം കൊള്ളിക്കുന്നതായ വിസ്ഫോടനപരമായിട്ടുള്ളതായ പ്രവർത്തനങ്ങൾ മനുഷ്യരിലൂടെ, ആ ചിന്തയിലൂടെ ഉരുത്തിരിയാവുന്നത് എന്നുള്ളത് ഒരു സാക്ഷ്യമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ക്ഷമിക്കുവാൻ തയ്യാറാണോ? നമ്മൾ നമ്മെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി സ്നേഹത്തോടെ അവരെ ചേർത്ത് നിർത്തുവാൻ തയ്യാറാണോ? നമ്മൾ ശത്രുക്കളെ സ്നേഹിക്കുവാൻ തയ്യാറാകുന്നവരാണോ? നമ്മൾ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നവരാണോ? ഇതെല്ലാം നമ്മെ മാറ്റിയെടുക്കുവാനുള്ളതായ, നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ ഓരോ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളെല്ലാം നമ്മൾ നമ്മോട് തന്നെ ചോദിക്കുമ്പോഴാണ് സ്തെഫാനോസ് സഹദായുടെ സാക്ഷിമരണത്തിൻ്റെ ആന്തരികമായ ജ്ഞാനം ഉൾക്കൊണ്ടുകൊണ്ട്, അറിവുൾക്കൊണ്ടുകൊണ്ട്, ആ ധ്യാന ചിന്തകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ നമുക്ക് ഒന്നുകൂടി മെച്ചപ്പെടുത്തിയെടുക്കുവാനായിട്ട് വഴക്കും വിദ്വേഷവും വൈരാഗ്യവും പ്രതികാരവും എല്ലാം മാറ്റിക്കൊണ്ട് കല്ലെറിഞ്ഞ് കൊല്ലുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവനായ സ്തെഫാനോസ് സഹദായോട് പ്രാർത്ഥിക്കുന്ന എനിക്ക് നിങ്ങൾക്കും എത്രമാത്രം ശത്രുവിനോട്, എതിരാളിയോട്, ഉപദ്രവിക്കുന്നവനോട് സ്നേഹത്തോടെ അല്ലെങ്കിൽ ക്ഷമിക്കുവാൻ അല്ലെങ്കിൽ വൈരാഗ്യമില്ലാതെ സ്നേഹത്തോടെ പെരുമാറുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഒരു ക്രിസ്തീയ സ്വഭാവത്തിൽ ജീവിക്കുന്നവർ, ക്രൈസ്തവരായി ജീവിക്കുന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, യേശുവിൻ്റെ യെരൂശലേം വിലാപവും ഇന്നത്തെ ലോകവും നമുക്ക് പറഞ്ഞു തരുന്നത്, യെരൂശലേമേ, നിങ്ങളെ എത്ര വട്ടം ഒന്നിപ്പിക്കുവാൻ ആഗ്രഹിച്ചു, എന്നാൽ നിങ്ങൾ ഇച്ഛിച്ചില്ല. സുവിശേഷ ഭാഗത്തിൽ യേശുക്രിസ്തു വിലപിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് മനുഷ്യൻ്റെ ആത്മീയ അവസ്ഥയുടെ ചിത്രമാണ് ഇവിടെ വെളിപ്പെടുന്നത്. ദൈവം വിളിക്കുന്നു, സഭ വിളിക്കുന്നു, വചനം മനസാക്ഷിയും നമ്മെ വിളിക്കുന്നു. എന്നാൽ മനുഷ്യർ പലപ്പോഴും മറുപടി നൽകുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ സൗകര്യം സത്യത്തേക്കാൾ പ്രധാനമാകുന്നു. ലാഭം നീതിയെ മറികടക്കുന്നു. ആത്മീയതയേക്കാൾ ഭൗതികതയ്ക്ക് മുൻഗണന നൽകുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ഈ പുണ്യപ്പെട്ട പിതാവിൻ്റെ സഹദായുടെ ഈ അനുഗ്രഹീത ദിനം, സഹദന്മാരുടെ രക്തം വളമാക്കി വളർന്ന ഒരു സഭയാണ് നമ്മുടെ പരിശുദ്ധ സഭ. ലക്ഷക്കണക്കിന് രക്തസാക്ഷികൾ ഈ സഭയിലുണ്ടായിട്ടുണ്ട്. പരിശുദ്ധ സുറിയാനി സഭയുടെ അവരെല്ലാം യേശുക്രിസ്തുവിൻ്റെ നാമധാരികളായതുകൊണ്ട് മാത്രം അറുക്കപ്പെട്ടവരോ തൂക്കപ്പെട്ടവരോ വികലമാക്കി കൊല്ലപ്പെട്ടവരോ ഒക്കെയാണ്. അവരെല്ലാം വിശുദ്ധന്മാരാണ്. അങ്ങനെ പീഡനങ്ങൾ കൊണ്ടും സഹനത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ചും ഇന്നും നമ്മുടെ സഭ ഈ വിശ്വാസം നിലനിൽക്കുകയാണ്. നമുക്ക് സഹനത്തിൻ്റെ പാതയിലൂടെ മുന്നേറാം. നമുക്ക് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ജ്വലിച്ചു നിൽക്കാം. നമുക്ക് എല്ലാവരോടും സ്നേഹത്തോടും സഹവർത്തിത്വത്തോടും കൂടി പെരുമാറാം.
ശത്രുതാ മനോഭാവമില്ലാതെ നമുക്ക് പെരുമാറാൻ സാധിക്കും. എത്ര കണ്ട് ഉപദ്രവിച്ചാലും, എത്ര കണ്ട് മറക്കാനാവാത്ത തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ, കർത്താവിൻ്റെ നാമത്തിൽ, സഹോദരന്മാരുടെ നാമത്തിൽ അവരോടൊക്കെ ക്ഷമിക്കുവാനാണ് നമ്മളോട് കർത്താവ് പറഞ്ഞു തന്നിട്ടുള്ളത്. ക്രൂശിനോളം ചെല്ലുന്ന സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അനുഭവത്തിലൂടെ പരിശുദ്ധനായ സ്തെഫാനോസ് ശമാശൻ്റെ, സ്തെഫാനോസ് സഹദായുടെ ഈ ഓർമ്മ പെരുന്നാളിൽ നമുക്കും ചേർന്ന് നിൽക്കാം. അവിടുത്തെ സ്നേഹത്തിൻ്റെ ആലിംഗനത്തിൽ നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാം. ആ മഹത്വത്തിൻ്റെ അനുഭവത്തിലൂടെ മുന്നേറുവാൻ നിങ്ങൾക്ക് ഏവർക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അനുഗ്രഹീത ജൂബിലി വർഷം, 100 വർഷം പിന്നിടുമ്പോൾ ഈ പുണ്യപ്പെട്ട ഇടവകയോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ, ഇവിടെ ഇതിൻ്റെ കാരണഭൂതരായ പുണ്യപ്പെട്ട പിതാക്കന്മാരെ ഓർക്കുവാൻ, അവരെത്രമാത്രം ഈ സഭയ്ക്ക് വലിയ നേട്ടമാണ് സമ്മാനിച്ചിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ധ്യാനിക്കുവാൻ, അതിനെല്ലാം പര്യാപ്തമായ ദിനമാണല്ലോ എന്ന് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഭിവന്ദ തിരുമേനിയെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ പ്രത്യേകം സമർപ്പിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും, എല്ലാ കൃപകളും, സൗഭാഗ്യങ്ങളും, വിജയാശംസകളും നേരുന്നു. ജൂബിലി വർഷത്തിലെ എല്ലാ പദ്ധതികളും നിങ്ങൾക്ക് നിറവേറ്റുവാനും അത് വിജയപ്രദമായി നടപ്പാക്കുവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരോടുകൂടിയും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആമീൻ. ഈ ഇടവകയിൽ ശുശ്രൂഷ